നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പകൽ താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ വെയിലത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് സൂര്യാഘാതമേൽക്കുന്നതിനുള്ള സാധ്യതയുള്ളതിനാൽ ഇവരുടെ ജോലി സമയം പുനഃക്രമീകരിച്ച ലേബർ കമ്മീഷണറുടെ ഉത്തരവ്. ഫെബ്രുവരി 17 മുതൽ ഏപ്രിൽ 30 വരെ പകൽ സമയം വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ വിശ്രമവേളയായിരിക്കുമെന്നും ലേബർ കമ്മീഷണർ. ജലജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാഞ്ചിയാർ പഞ്ചായത്തിൽ ഗാർഹിക കുടിവെള്ള കണക്ഷൻ ലഭ്യമാക്കുന്ന പ്രവൃത്തികളുടെ ഒന്നാംഘട്ട ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് ഭൂഗർഭജലത്തിന്റെ അളവ് കുറയുകയും കടലിലെ ജലനിരപ്പ് ഉയരുകയും ചെയ്യുന്നത് ശുദ്ധജലക്ഷാമം ഉണ്ടാകാൻ ഇടയാക്കുന്നുവെന്ന് മന്ത്രി. കേന്ദ്ര സർക്കാരിന്റെ സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 32 കോടി രൂപ മുടക്കി തടിയമ്പാട് പെരിയാറിന് കുറുകെയുള്ള പാലം നിർമ്മാണം സംസ്ഥാന സർക്കാർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. സംസ്ഥാന സർക്കാർ ഇതുവരെ പാലം നിർമ്മാണത്തിന് ഭരണാനുമതി നൽകാൻ തയ്യാറായിട്ടില്ലെന്ന ആരോപണം. തടിയമ്പാട് ഉൾപ്പെടെ കേരളത്തിലെ 4 ജില്ലകളിലായി 167 കോടി രൂപ മുടക്കി നടപ്പാക്കുന്ന 7 പദ്ധതികൾ ഇത്തരത്തിൽ അട്ടിമറിക്കുന്നവയിൽ പെടുമെന്നും ഡീൻ കുര്യാക്കോസ്. കട്ടപ്പന സെൻട്രൽ ബാങ്ക് ശാഖയിലെ ജീവനക്കാരൻ പരിചയക്കാരുടെ വിശ്വാസ്യത മുതലെടുത്ത് മുക്കുവണ്ടം പണയപ്പെടുത്തി തട്ടിയെടുത്തത് കോടികൾ. ബാങ്കിലെ ഗോൾഡ് അപ്രൈസറായ കട്ടപ്പന കൊല്ലംപറമ്പിൽ KG അനിലിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് സുഹൃത്തുക്കളായ 14 പേർ. വിശദമായ വാർത്തകൾ. പകൽ താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ വെയിലത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് സൂര്യാഘാതമേൽക്കുന്നതിനുള്ള സാധ്യതയുള്ളതിനാൽ ഇവരുടെ ജോലി സമയം പുനഃക്രമീകരിച്ച ലേബർ കമ്മീഷണർ ഉത്തരവിറക്കി. ഫെബ്രുവരി 17 മുതൽ ഏപ്രിൽ 30 വരെ പകൽ സമയം വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ വിശ്രമവേളയായിരിക്കും. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയുള്ള സമയത്തിനുള്ളിൽ 8 മണിക്കൂറായി ജോലി സമയം നിജപ്പെടുത്തിയും ഷിഫ്റ്റ് വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് രാവിലത്തെ ഷിഫ്റ്റ് ഉച്ചയ്ക്ക് 12 മണിക്ക് അവസാനിക്കുന്ന തരത്തിലും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റ് വൈകുന്നേരം 3 മണിക്ക് ആരംഭിക്കുന്ന തരത്തിലും പുനർക്രമീകരിച്ചിട്ടുണ്ട്. തൊഴിലുടമകൾ തൊഴിലാളികളുടെ ജോലി സമയം മേൽപ്പറഞ്ഞ രീതിയിൽ ക്രമീകരിച്ചു നൽകണമെന്നും ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയാൽ തൊഴിലുടമകൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുന്നതാണെന്നും ജില്ലാ ലേബർ ഓഫീസർ സ്മിത KR അറിയിച്ചു. സംസ്ഥാനത്ത് ഭൂഗർഭജലത്തിന്റെ അളവ് കുറയുകയും കടലിലെ ജലനിരപ്പ് ഉയരുകയും ചെയ്യുന്നത് ശുദ്ധജലക്ഷാമം ഉണ്ടാകാൻ ഇടയാക്കുന്നുവെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ജലജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാഞ്ചിയാർ പഞ്ചായത്തിൽ ഗാർഹിക കുടിവെള്ള കണക്ഷൻ ലഭ്യമാക്കുന്ന പ്രവൃത്തികളുടെ ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും കാഞ്ചിയാർ പഞ്ചായത്തും പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയിലൂടെ 2025 കാഞ്ചിയാർ പഞ്ചായത്തിലെ ഭവനങ്ങളിലും കുടിവെള്ളം എത്തിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 2 വർഷം കൊണ്ട് 18 ലക്ഷം കുടിവെള്ള കണക്ഷനുകൾ നൽകാൻ വാട്ടർ അതോറിറ്റിക്ക് കഴിഞ്ഞുവെന്ന് മന്ത്രി പറഞ്ഞു. വരുന്ന 2 വർഷത്തിനുള്ളിൽ മുഴുവൻ വീടുകളിലും കുടിവെള്ളം എത്തിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മുടെ നിയോജക മണ്ഡലത്തിൽ എല്ലാ കുടുംബങ്ങളിലും വെള്ളം എത്തുന്നതിനാവശ്യമായ 725 കോടി രൂപയുടെ ഭരണാനുമതി കൊടുത്തു. അപ്പോൾ എല്ലാ മേഖലയിലും ശുദ്ധജലം ഉണ്ടാകും. ഇപ്പോൾ ഗ്രൗണ്ട് വാട്ടർ പരിശോധിക്കുമ്പോൾ കാണുന്ന എന്താ, മനുഷ്യ വിസർജ്ജ ഘടകം ഈ വെള്ളത്തിന്റെ അംശത്തിലുള്ളതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാം പരിശോധിച്ച് ശുദ്ധി വരുത്തി വെള്ളം ഉപയോഗിക്കണം. അതിന് വാട്ടർ അതോറിറ്റിയും ഗ്രൗണ്ട് വാട്ടറും ഹരിത കേരള മിഷനും എല്ലാം സഹായിച്ചുകൊണ്ട് NABL അക്രഡിറ്റേറ്റഡുള്ള ലാബുകൾ നമ്മൾ ജില്ലാ തലങ്ങളിലും അതോടൊപ്പം താഴെ തലങ്ങളിലൊക്കെ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ശുദ്ധീകരിക്കുന്ന വെള്ളം വരുന്നതോടുകൂടി നമുക്കതിൻ്റെ ഒന്നും ആവശ്യം ഇപ്പോൾ തൽക്കാലം ഇല്ലാതെ വരും. ഇത് ട്രീറ്റ് ചെയ്ത വെള്ളമാണ്. ഇത് ട്രീറ്റ് ചെയ്ത് 1 കിലോ ലിറ്റർ വെള്ളം ട്രീറ്റ് ചെയ്യാൻ ഏതാണ്ട് 24 രൂപ ചെലവ് വരും. അതാണ് വീടുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ ട്രീറ്റ് ചെയ്യുന്ന വെള്ളം നമ്മുടെ കുടുംബങ്ങളിൽ വേനൽക്കാലത്തും മഴക്കാലത്തും വളരെ കൃത്യതയോടുകൂടി ലഭിച്ചാൽ വീട്ടിലുള്ള അമ്മമാരുടെ വിഷമങ്ങൾ പൂർണ്ണമായും അകലും. നമ്മുടെ മലയോര ഗ്രാമത്തിലെല്ലാം ഇതിനാവശ്യമായുള്ള ഡാമിൽ നിന്നാണ് എടുക്കുന്നത്. അഞ്ചുരുളി ഡാമിൽ നിന്നെടുക്കുന്നു, ഇടുക്കി ഡാമിൽ നിന്നെടുക്കുന്നു, മലങ്കര ഡാമിൽ നിന്നെടുക്കുന്നു, പൊന്മുടി ഡാമിൽ നിന്നെടുക്കുന്നു. അങ്ങനെ ഒരു കാലത്തും നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ലാത്ത സോഴ്സിൽ ഫ്ലോട്ടിംഗ് പമ്പ് ഹൗസാണ്. അല്ലേ, ഫ്ലോട്ടിംഗ് അല്ലേ? ഫ്ലോട്ടിംഗ് പമ്പ് ഹൗസ്. അതിന്റെ അർത്ഥം ഡാമിലെ ജലനിരപ്പ് താന്നാൽ പമ്പ് ഹൗസ് അതിനൂടെ താഴേക്ക് പോകും. ഡാമിലെ ജലനിരപ്പ് ഉയർന്നാൽ പമ്പ് ഹൗസ് ആ കൂടെ പൊങ്ങി വരും. അങ്ങനെ ഒരു കാലത്തും ഡാമിന്റെ അങ്ങ് അവസാന തുള്ളി വരെ നമുക്ക് എടുക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള ഫ്ലോട്ടിംഗ് പമ്പ് ഹൗസ് സിസ്റ്റമാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്.
പെരിയാർ നദിയാണ് പദ്ധതിയുടെ സ്രോതസ്. കട്ടപ്പന അയ്യപ്പൻകോവിൽ പദ്ധതിയുടെ ഭാഗമായി ആലടി കുരിശുമലയിൽ നിലവിലുള്ള ശുദ്ധീകരണ പ്ലാന്റിൽ നിന്നും കൽത്തൊട്ടി, മേപ്പാറ, ലെബക്കട എന്നിവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ജലസംഭരണികളിൽ എത്തിക്കുകയും ഈ സംഭരണികളിൽ നിന്നും വിതരണ ശൃംഖല വഴി വീടുകളിൽ കുടിവെള്ളം എത്തിക്കാനുമാണ് ലക്ഷ്യം വെക്കുന്നത്. ഉദ്ഘാടന യോഗത്തിൽ കാഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് സാലി ജോളി, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജലജ വിനോദ്, വാട്ടർ അതോറിറ്റി മധ്യമേഖല എഞ്ചിനീയർ VK പ്രദീപ്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ജില്ലയിലേക്ക് പുതിയതായി അനുവദിച്ച റിഗ് ഉപയോഗിച്ച് ആദ്യമായി നിർമ്മിക്കുന്ന കുഴൽക്കിണറിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ നടന്ന കുഴൽക്കിണറിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ഏതായാലും നമ്മുടെ ജില്ലയിലേക്ക് തന്നെ ആദ്യത്തെ പുതിയ റിഗ് അനുവദിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. ആ പുതിയ റിഗ് അനുവദിച്ച ആദ്യത്തെ പ്രവൃത്തിയാണ് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ ഈ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്നത്. വളരെ പെട്ടെന്ന് അത് പൂർത്തീകരിക്കാൻ കഴിയും. ആവശ്യമായ ജലം ഇവിടെ ഉറപ്പുവരുത്താനും കൂടുതൽ ഡയാലിസിസ് യൂണിറ്റുകൾ ആരംഭിക്കാൻ കഴിയുന്ന കാര്യത്തെക്കുറിച്ച് ആരോഗ്യവകുപ്പായിട്ട് നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇവിടെ വരുന്ന പേഷ്യൻസിന് ആവശ്യമായ സൗകര്യങ്ങൾ കൊടുക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇനിയും ആൾക്കാർ വെയിറ്റിംഗ് ലിസ്റ്റിൽ തുടരുന്നു. സാധുക്കളും പാവപ്പെട്ട ആൾക്കാർക്ക് അതിനുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള അനന്തര നടപടിക്രമവും കൂടി ഇതിന്റെ ഭാഗമായി നീക്കണമെന്നുണ്ട്. ഭൂജല വകുപ്പ് പ്ലാൻ ഫണ്ടിൽ നിന്നും 6.74 കോടി രൂപ ചിലവഴിച്ച് വാങ്ങിയ 6 നൂതന റിഗുകളിൽ ഒരെണ്ണം കാർഷിക കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായാണ് ഇടുക്കി ജില്ലയ്ക്ക് അനുവദിച്ചത്. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്ററിന്റെ ആവശ്യത്തിലേക്കായി ഭൂജല വകുപ്പ് പ്ലാൻ ഫണ്ടിൽ നിന്നും 79,238 രൂപ ചിലവഴിച്ചാണ് ജില്ലയ്ക്ക് അനുവദിച്ച റിഗ് ഉപയോഗിച്ച കുഴൽക്കിണർ നിർമ്മിക്കുന്നത്. ജില്ലയ്ക്ക് 2 റിഗുകളാണ് അനുവദിച്ചത്. ആദ്യമായി റിഗ് പ്രവർത്തിപ്പിക്കുന്നത് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലാണ്. ഗ്രാമീണ റോഡ് വഴി ഓടിയെത്താൻ കഴിയുന്ന വാഹനമാണ് റിഗിന് ഉപയോഗിക്കുന്നത്. വാഹനത്തിൽ നിന്ന് 100 മീറ്റർ അകലെ വരെ കുഴൽക്കിണർ അടിക്കാൻ കഴിയും. 505 അടി വരെ താഴ്ത്താനും കപ്പാസിറ്റിയുള്ള റിഗുകളാണ് ജില്ലയിൽ എത്തിച്ചിരിക്കുന്നത്. ഉദ്ഘാടന യോഗത്തിൽ കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷയായിരുന്നു. നഗരസഭാ കൗൺസിലർമാരായ ലീലാമ ബേബി, ഐബിമോൾ രാജൻ, ബെന്നി കുര്യൻ, ധന്യ അനിൽ, CPM ഏരിയ സെക്രട്ടറി VR സജി, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 32 കോടി രൂപ മുടക്കി തടിയമ്പാട് പെരിയാറിന് കുറുകെയുള്ള പാലം നിർമ്മാണം സംസ്ഥാന സർക്കാർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ CRIF പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാലം നിർമ്മിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. എന്നാൽ ഇതിന് സംസ്ഥാന സർക്കാർ ഇതുവരെ ഭരണാനുമതി നൽകിയിട്ടില്ല. പണം മുടക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും നിർമ്മാണം നടത്തേണ്ടത് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ നാഷണൽ ഹൈവേ വിഭാഗമാണ്. ഇടുക്കിയിലെ തടിയമ്പാട് ഉൾപ്പെടെ കേരളത്തിലെ 4 ജില്ലകളിലായി 167 കോടി രൂപ മുടക്കി നടപ്പാക്കുന്ന 7 പദ്ധതികൾ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുന്നവയിൽ പെടുമെന്നും ഡീൻ കുര്യാക്കോസ് ആരോപിച്ചു. നമ്മുടെ ജില്ലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന പദ്ധതി ഇടതുപക്ഷ ഗവൺമെൻറ് അട്ടിമറിക്കുന്നുവോ എന്നുള്ള ഒരു വലിയ സംശയം ഉടലെടുക്കുകയാണ്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ച CRIF പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സേതുബന്ധൻ പദ്ധതി പാലങ്ങൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ CRIF ഹെഡിലുള്ള പദ്ധതിയാണ് സേതുബന്ധൻ. അതുമായി ബന്ധപ്പെട്ട് വളരെയധികം സമ്മർദ്ദം ചെലുത്തി വളരെയധികം പിന്നിൽ പ്രവർത്തിച്ച് അനുവദിപ്പിച്ചെടുത്ത നമ്മുടെ വാഴത്തോപ്പ് പഞ്ചായത്തിലെ തടിയമ്പാട് നിന്നും മരിയാപുരം പഞ്ചായത്തിലേക്ക് കണക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു മേജർ ബ്രിഡ്ജ്, ആ ബ്രിഡ്ജ് പദ്ധതിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ അനാവശ്യമായി സംസ്ഥാന സർക്കാർ വൈകിപ്പിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിനകത്ത് മറുപടി പറയണം. ഇത് ജില്ലയ്ക്ക് അനുവദിച്ച് കിട്ടിയ ഒരു വികസന പദ്ധതിയാണ്. ഈ വികസന പദ്ധതി അട്ടിമറിക്കപ്പെട്ടു പോകുമ്പോൾ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഉള്ള എൻ്റെ പ്രതികരണമാണ് ഞാനിവിടെ രേഖപ്പെടുത്തുന്നത്. കട്ടപ്പന സെൻട്രൽ ബാങ്ക് ശാഖയിലെ ജീവനക്കാരൻ പരിചയക്കാരുടെ വിശ്വസ്തത മുതലെടുത്ത് മുക്കുപണ്ടം പണയപ്പെടുത്തി തട്ടിയെടുത്തത് കോടികൾ. ബാങ്കിലെ ഗോൾഡ് അപ്രൈസറായ കട്ടപ്പന കൊല്ലംപറമ്പിൽ KG അനിലിനെതിരെയാണ് സുഹൃത്തുക്കളായ 14 പേർ പരാതി നൽകിയിരിക്കുന്നത്. സൗഹൃദം മുതലെടുത്താണ് ബാങ്കിലെ ഗോൾഡ് അപ്രൈസറായ കട്ടപ്പന കൊല്ലംപറമ്പിൽ KG അനിൽ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് സ്വർണം പണയം വെപ്പിച്ചത് എന്നാണ് പരാതിക്കാർ ആരോപിക്കുന്നത്. സ്വർണ്ണപ്പണി ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന പ്രതി ബാങ്കിലെ പണയപ്പെടുത്തിയിരിക്കുന്ന പഴയ സ്വർണം തിരിച്ചെടുത്ത് ഉരുക്കി വിൽക്കുന്നതിനാണെന്ന് വിശ്വസിപ്പിച്ചാണ് തങ്ങളെ കരിവാക്കി മുക്കുപണ്ടം പണയം വെപ്പിച്ചതെന്നും സുഹൃത്തുക്കൾ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കട്ടപ്പന DYSPക്ക് പരാതി നൽകിയതായും അനിലിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു. സുഹൃത്ത് ബാങ്കിലെ അനിൽ എന്ന് പറഞ്ഞ സ്റ്റാഫുണ്ട്, എൻ്റെ സ്നേഹിതനാണ്, വർഷങ്ങളായിട്ട് ഞങ്ങൾ പരിചയമാണ്. അപ്പം പുള്ളിയുടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി അപ്പം സ്വർണ്ണം പണയം വെക്കണം. പുള്ളി അവിടുത്തെ സ്റ്റാഫായിരുന്നു, പുള്ളിക്ക് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കടയിൽ തിരക്കായിരുന്നുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴുള്ള എനിക്ക് റെഡിയാക്കി വെച്ചേക്കാം. ഒപ്പിട്ട് 1 ലക്ഷം വാങ്ങി
അതിൻ്റെ അടിസ്ഥാനത്തിൽ പേപ്പറിൽ റെഡിയാക്കി വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി വെച്ചിട്ട് കൊടുത്തു. ഇതുപോലെ 2 പണയത്തിൻ്റെ വികസിച്ചു. ഏകദേശം 4,60,000 രൂപയോളം അടയ്ക്കാനുണ്ട് ബാങ്കിൽ. അത് ഇന്നലെ ബാങ്കിൽ നിന്ന് വിളിച്ചു, പണയം വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതിനോട് പറഞ്ഞു നിങ്ങൾ വെച്ചൊരു സ്ഥലം മുക്കുമണ്ടായിരുന്നു, അത് ഒന്നെങ്കിൽ സ്വർണ്ണം കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ക്ഷണം അടച്ച് ഇടപാട് കേൾക്കണമെന്ന് പറഞ്ഞ് വിളിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ബാങ്കിൽ പറഞ്ഞത് 4,60,000 രൂപ 2 പണയത്തിൻ്റെ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം അതിനെ വിശ്വസിക്കാണ് നമ്മൾ വെച്ചത്. പക്ഷേ മുക്കുമണ്ടെന്നുള്ളത് നമുക്കറിയില്ല, കാരണം ഞാൻ സ്വർണ്ണം കണ്ടിട്ടില്ല. അതിൻ്റെ തന്നെ പേപ്പറുകൾ ഒപ്പിട്ട് മേടിച്ചിട്ട് ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ട് എപ്പോഴും ഇപ്പം 14ഓളം പേര് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതുപോലത്തെ കർത്തൻ്റെ DSP ഞങ്ങളോട് ഇത് കൊടുത്തിട്ടുണ്ട്. ഈ 3 നാളുമായിട്ട് മുന്നോട്ട് പോകാനാണ് എൻ്റെ പ്ലാൻ. കാരണം വെച്ചാൽ പൈസ അടയ്ക്കാൻ എനിക്ക് ആദ്യമില്ല, അതിൻ്റെ 3 നാളായിട്ട് മുന്നോട്ട് ഇറങ്ങിയിട്ടാണ്. നിലവിൽ 14ഓളം പേരാണ് അനിലിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. മറ്റ് നിരവധി ആളുകളും ഇതേ രീതിയിൽ വഞ്ചിതരായിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന സൂചന. കഴിഞ്ഞ ദിവസം ബാങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയപ്പോഴാണ് തട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയത്. ആളുകളുടെ പരാതിയിൽ അന്വേഷണം നടക്കുന്നതായും പണയം വെച്ച മുക്കുപണ്ടത്തിന്റെ അളവ് തിട്ടപ്പെടുത്തി വരുന്നതായും കട്ടപ്പന പോലീസ് വ്യക്തമാക്കി. മൊബൈൽ ഫോൺ തിരികെ നൽകാത്തതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ മറയൂരിൽ റിട്ടയർ SIയെ വെട്ടിക്കൊലപ്പെടുത്തി. മറയൂർ സ്വദേശി ലക്ഷ്മണനാണ് മരിച്ചത്. ലക്ഷ്മണന്റെ സഹോദരി പുത്രൻ അരുണാണ് കൃത്യം നടത്തിയത്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിങ്കളാഴ്ച വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം. വൈകിട്ട് ലക്ഷ്മണന്റെ വീട്ടിലെത്തിയ പ്രതി വാക്കുതർക്കം ഉണ്ടാക്കുകയും വീടിന് മുൻപിൽ വെച്ച് ലക്ഷ്മണനെ വെട്ടുകയുമായിരുന്നു. ഉടൻ തന്നെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ലക്ഷ്മണനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവ സ്ഥലത്തു നിന്ന് ഓടി രക്ഷപ്പെട്ട പ്രതിയെ പിന്നീട് കാന്തല്ലൂരിന് സമീപത്ത് വെച്ച നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് പിടികൂടി. തമിഴ്നാട് പോലീസിലെ SI ആയിരുന്ന ലക്ഷ്മണൻ റിട്ടയറായ ശേഷമാണ് മറയൂരിൽ സ്ഥിര താമസമാക്കിയത്. ലക്ഷ്മണനും അരുണും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. അരുൺ ഇടയ്ക്കിടെ ലക്ഷ്മണന്റെ വീട്ടിൽ വന്ന് താമസിക്കാറുണ്ടായിരുന്നു. 1 മാസം മുൻപ് അരുണിന്റെ ഫോൺ ലക്ഷ്മണൻ വാങ്ങിയിരുന്നു. ഇത് തിരികെ കൊടുക്കാതിരുന്നതിലുള്ള പ്രകോപനമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് നിഗമനം. ഇടുക്കി, വയനാട് ജില്ലകളെ പൂർണ്ണമായും വനവൽക്കരിച്ച് ജനങ്ങളെ കുടിയിറക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി. UNDPയുടെ കാർബൺ ഫണ്ട് കൈക്കലാക്കുന്നതിനു വേണ്ടി ഭരണപക്ഷവും പ്രതിപക്ഷവും ഇതിന് ചുക്കാൻ പിടിക്കുന്ന കപട പരിസ്ഥിതിവാദികളും ചേർന്ന് നടത്തുന്ന അഭ്യാസങ്ങളാണ് ഇതിനെല്ലാം പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചു. ഇതിന്റെ പിന്നില് പുഴ കൈയേറ്റമോ അല്ലെങ്കിൽ തോട് കൈയേറ്റമോ ഒന്നുമാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. കാരണം ഇതൊരു പ്ലാൻഡ് ഓപ്പറേഷൻ ആയിട്ടാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാണുന്നത്. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി വയനാട് ജില്ലയിലും ഇതേ പ്രതിഭാസത്തിന്റെ തുടക്കം കുറിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇടുക്കി ജില്ലയെയും വയനാട് ജില്ലയെയും ഒരു പൂർണ്ണ വനവൽകൃത പ്രദേശമായി പ്രഖ്യാപിച്ച് ഇവിടെയുള്ള മനുഷ്യ ജന്മങ്ങളെയെല്ലാം എങ്ങനെയും ഇവിടെ നിന്ന് ചാടിച്ചു വിട്ട് UNDPയുടെ കാർബൺ ഫണ്ട് കൈക്കലാക്കുന്നതിനു വേണ്ടി ഭരിക്കുന്ന കക്ഷികളും പ്രതിപക്ഷത്തിരിക്കുന്ന കക്ഷികളും അതിന്റെ ചുക്കാൻ പിടിക്കുന്ന ചില കപട പരിസ്ഥിതിവാദികളും ചേർന്ന് തട്ടിക്കൂട്ടി നടത്തുന്ന അഭ്യാസങ്ങളാണ് ഇപ്പോ ഇതിന്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നതെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ ഗണിതശാസ്ത്ര വകുപ്പിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ച് രാജ്യാന്തര കോൺഫറൻസ് ആരംഭിച്ചു. അമേരിക്കയിലെ ലിങ്കൺ നെബ്രാസ്ക സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ ജോൺ C. മീഗിൻ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു. അമേരിക്ക, റഷ്യ, പോർച്ചുഗൽ, ഇസ്രയേൽ, സ്ലോവേനിയ, ഓസ്ട്രേലിയ തുടങ്ങി വിവിധ രാജ്യങ്ങളിലെ പ്രശസ്ത സർവകലാശാലകളിൽ നിന്നുള്ള 9 ഗണിതശാസ്ത്രജ്ഞരും ഇന്ത്യയിലെ 30-ൽ പരം സർവകലാശാലകളിൽ നിന്നുള്ള പ്രതിനിധികളും ഉൾപ്പെടെ 250 പേർ കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട്. ഗവൺമെന്റ് കോളേജിലെ ഗണിതശാസ്ത്ര വകുപ്പിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ചാണ് 3 ദിവസങ്ങളിലായി ഓൾജിബ്ര, ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളിൽ ത്രിദിന രാജ്യാന്തര കോൺഫറൻസ് നടക്കുന്നത്. അമേരിക്കയിലെ ലിങ്കൺ നെബ്രാസ്ക സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ ജോൺ C. മീഗിൻ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു. People working with common interests and opportunity in a very supportive community. At least I have found so during my career. I've been privileged to find so. So for those of you who are attending a mathematics conference for the first time, there are some very distinguished mathematicians here from abroad and from India, from all parts of India. I encourage you to connect with them, to ask questions, to form a network of connections with people from different parts of the country, different parts of the world. It's a great opportunity for you to begin your mathematical careers.
റഷ്യയിൽ നിന്നുള്ള MV വോൾക്കോവ്, പോർച്ചുഗലിൽ നിന്നുള്ള ജെ അൽമെയ്ഡ, സ്ലോവേനിയയിൽ നിന്നുള്ള ഇസ്റ്റോക് പീറ്ററിൻ, വെസ്ന ഇസ്രിക്, ആർ സ്ക്രക്കോവിസ്കി, തൻജ ഡ്രോവെക്, ഇസ്രായേലിൽ നിന്നുള്ള എ ഗുഡൻമാൻ, ഓസ്ട്രേലിയയിൽ നിന്നുള്ള MPA അസീസ് തുടങ്ങിയ ശാസ്ത്രജ്ഞർ വിവിധ ദിവസങ്ങളിൽ പ്രബന്ധം അവതരിപ്പിക്കും. കോൺഫറൻസിന്റെ ഉദ്ഘാടന യോഗത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി കണ്ണൻ അധ്യക്ഷനായിരുന്നു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഡോക്ടർ പ്രകാശ് GN, IMRT ഡയറക്ടർ AAR രാജൻ, ഡോക്ടർ മിഖായേൽ വോൾക്കോവ്, ഡോക്ടർ അലോഷ്യസ്, ടോജി ഡൊമിനിക്, KC ബിജു, അമൽ ഷിബു, സിമി സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുത്തു. നെടുങ്കണ്ടത്ത് ആശുപത്രിയിൽ രോഗിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. RSP ഉടുമ്പൻചോല മണ്ഡലം സെക്രട്ടറി MS ഷാജിയാണ് മരിച്ചത്. പുലർച്ചെയാണ് ഷാജി നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റായത്. ആശുപത്രിയിലെ ശുചിമുറിയിലാണ് മൃതദേഹം കണ്ടത്. മാത്യു കുഴൽനാടന്റെ ഭൂമി അളക്കാൻ പോകുന്നതിന് മുമ്പ് CPM അളക്കേണ്ടത് അവരുടെ പാർട്ടി ഓഫീസുകളും ചിന്നക്കനാൽ പഞ്ചായത്തിൽ CPM നേതാക്കൾ കയ്യേറി വെച്ചിരിക്കുന്ന കയ്യേറ്റ ഭൂമിയുമാണെന്ന് KPCC മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു. ചിന്നക്കനാലിൽ CPM നേതാക്കൾ കയ്യേറി വെച്ചിരിക്കുന്ന ഭൂമി പിടിച്ചെടുത്ത് ഭൂമിയില്ലാത്തവർക്ക് കൊടുക്കാൻ CV വർഗീസിന് ആർജവമുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. ഭൂമി അളക്കാൻ പോകുന്നതിന് മുമ്പ് CPM അളക്കേണ്ടത് നിങ്ങളുടെ പാർട്ടി ഓഫീസുകളും അതോടൊപ്പം ചിന്നക്കനാൽ പഞ്ചായത്തിൽ നിങ്ങളുടെയൊക്കെ നേതാക്കന്മാർ കയ്യേറി വെച്ചിരിക്കുന്ന ആ കയ്യേറ്റ ഭൂമികളുമാണ്. ഞങ്ങൾ വർഗീസിനോട് പറയുന്നു, വർഗീസ് മാത്യു കുഴൽനാടനോട് ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, മാത്യു കുഴൽനാടന് ആർജവമുണ്ടെങ്കിൽ ചിന്നക്കനാലിലെ ഭൂമി വിട്ടുകൊടുക്കണമെന്ന് ഞങ്ങൾ CV വർഗീസിനോട് പറയുന്നു. CV വർഗീസിന് ആർജവമുണ്ടെങ്കിൽ CPMന്റെ നേതാക്കൾ ചിന്നക്കനാലിൽ കയ്യേറി വെച്ചിരിക്കുന്ന ഭൂമി ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാം. ആ ഭൂമി പിടിച്ചെടുക്കുവാൻ, ആ ഭൂമി പിടിച്ചെടുത്ത് ഭൂമിയില്ലാത്ത പാവപ്പെട്ടവന് കൊടുക്കാൻ CV വർഗീസിന് ആർജവമുണ്ടോ? ആർജവമുണ്ടെങ്കിൽ ഞങ്ങൾ CV വർഗീസ് നിങ്ങളുടെ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഈനാറ്റുപേട്ട വാഗമൺ പീരുമേട് റോഡ് യാഥാർത്ഥ്യമാകുമെന്ന് പീരുമേട് MLA വാഴൂർ സോമൻ. വർഷങ്ങൾ പഴക്കമുള്ള റോഡ് ദീർഘകാലമായി അവഗണിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. റോഡിന്റെ വാഗമൺ മുതൽ പീരുമേട് വരെയുള്ള ഭാഗത്തെ നിർമ്മാണം നടക്കാതിരിക്കുന്ന വിഷയം നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിച്ചെന്നും MLA പറഞ്ഞു. ഈരാറ്റുപേട്ട വാഗമൺ പീരുമേട് റോഡ് ഒരു യാഥാർത്ഥ്യമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാഗമൺ തൊട്ട് പീരുമേട് വരെയുള്ള പ്രദേശത്തെ പണികൾ നടക്കാതിരിക്കുന്ന വിഷയമാണ് ഞാൻ കേരള നിയമസഭയിൽ ഒരു സബ്മിഷനായി ഉന്നയിച്ചത്. വാഗമണ്ണിൽ നിന്ന് ആരംഭിച്ച് ബോണാമി വന്ന് ബോണാമിയിൽ നിന്ന് മേമലയിലേക്ക് കയറുന്ന വഴി മുഖേന മേമലയിൽ നിന്ന് പള്ളിക്കുന്നിലെത്തി പള്ളിക്കുന്നിൽ നിന്ന് പോത്തുപാറ MPC കോളേജ് വഴി ആശുപത്രി പടിക്കലെത്തി അവിടെ നിന്നും പീരുമേടെത്തി തോട്ടാപ്പര വഴി വളഞ്ഞാങ്കാനത്തെത്തി വഴി പൂർത്തിയാകുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. ഈ പീരുമേട് മേഖലയുടെ സമഗ്ര വികസനത്തിന് സാധ്യമായ ഒരു റിംഗ് റോഡായി ഇത് മാറ്റിയെടുക്കുവാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കട്ടപ്പനയിൽ NHM ജീവനക്കാരുടെയും ആശാപ്രവർത്തകരുടെയും പ്രതിഷേധ മാർച്ചും ധർണയും നടന്നു. CATUവിന്റെ നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. CATU ജില്ലാ വൈസ് പ്രസിഡന്റ് PS രാജൻ സമരം ഉദ്ഘാടനം ചെയ്തു. കുടിശ്ശിക ഓണറേറിയം വിതരണം ചെയ്യുക, ഈ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടി പിൻവലിക്കുക, അമിത ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്ര നയം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് NHM ജീവനക്കാരും ആശാപ്രവർത്തകരും പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു സമരം. കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കൽ സമാപിച്ചു. പ്രകടനത്തിന് ശേഷം നടന്ന ധർണ CITU ജില്ലാ വൈസ് പ്രസിഡന്റ് PS രാജൻ ഉദ്ഘാടനം ചെയ്തു. NGO യൂണിയനിൽപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ NHM ജീവനക്കാരെയും ആശാപ്രവർത്തകരെയും ദ്രോഹിക്കുന്ന നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. സാധാരണഗതിയിൽ ആശാവർക്കർ ചെയ്യേണ്ട പണിയുണ്ടല്ലോ, ആ പണി ചെയ്താൽ പോരെ, ഈ പണിയും കൂടെ ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഓരോ പുതിയ പണികൾ കൊടുത്തുകൊണ്ടിരിക്കുക. പണി കൊടുക്കാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ പണിയാണ് കേന്ദ്രം ഇവരോട് ചെയ്യുന്നത്. പണി കൊടുക്കുക, ആ പണിയെല്ലാം ചെയ്തിട്ട് തിരിച്ചങ്ങോട്ട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാലോ എന്തിനാണ് വഴി കയറുന്ന ഓഫീസിലിരിപ്പുണ്ട്, എന്തിനാണ് വഴി കയറും? തിന്നിട്ട്
ശമ്പളം മേടിച്ച്, കനത്ത ശമ്പളം മേടിച്ച്, ഓരോ ശമ്പള കമ്മീഷൻ വരുമ്പോ DA ശമ്പളം, ആനുകൂല്യ വർദ്ധനവ്, അലവൻസ് എന്നെല്ലാം പറഞ്ഞ് കാശ് മേടിച്ച് തിന്നിട്ട് എല്ലിനടവഴി കയറുന്നവന്മാരുണ്ട്. നമ്മുടെ NGOമാര്, അതിൽ നമ്മുടെ NGO യൂണിയൻകാരും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ CIT സംസ്ഥാന കമ്മിറ്റി മെമ്പർ NGO യൂണിയനെ മൈക്കിനകത്തൂടെ ആക്ഷേപിച്ചെന്ന് അവര് പറയും. പറഞ്ഞോട്ടെ. എല്ലിനടവഴി കയറുന്നവന്മാര് NGO യൂണിയനകത്തോണ്ട്. എന്നിട്ട് സാർ ഇങ്ങനെ ഇരിക്കുകയാണ്. സാറിന്റെ കീഴിൽ പേനായൊക്കെ എടുത്ത്, നീ അവിടെ പോയില്ലല്ലോ, നീ ഇവിടെ പോയില്ലല്ലോ, നീ മറ്റേടത്ത് പോയില്ലല്ലോ, നീ മെസ്സേജ് അയച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ശമ്പളം വെട്ടില്ല പണിയെടുക്കുന്ന നമ്മുടെ സ്ത്രീ തൊഴിലാളികളുടെ, ജീവനക്കാരുടെ ശമ്പളം വെട്ടലാണ് പണി. അപ്പോ കേന്ദ്രം അവരെ കൊണ്ട് പറ്റുന്നത് കേന്ദ്രം ചെയ്യുന്നു, തരാനുള്ള പൈസ തരാതിരിക്കുന്നു. ഇവിടെയാണെങ്കിലോ ഇതിന് മേൽനോട്ടം വഹിച്ച് പണിയെടുപ്പിക്കേണ്ട സാറന്മാരുണ്ട്, DMO ഓഫീസിലുണ്ട്, PH സെന്ററുകളിലുണ്ട്, പല ഓഫീസുകളിലുണ്ട്. അവരങ്ങേറ്റം തൊഴിലാളി ദ്രോഹപരമായ നടപടികൾ സ്വീകരിച്ചു കൊടുത്തു. ആശാ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി സിന്ധു വിനോദ് അധ്യക്ഷയായിരുന്നു. NHM എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി അനിൽ ജോസഫ്, CITU ജില്ലാ കമ്മിറ്റി അംഗം MC ബിജു, നേതാക്കളായ ഡോക്ടർ പ്രേംകുമാർ, മിനി PV, രഞ്ജിനി V എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ വിളംബര റാലി നടത്തി. സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര 21-ന് കട്ടപ്പനയിൽ എത്തുന്നതിന് മുന്നോടിയായിട്ടാണ് വിളംബര റാലി നടത്തിയത്. വെള്ളയാങ്കുടിയിൽ നിന്നും ആരംഭിച്ച റാലി UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പനയിലെത്തുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭ യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബര റാലി നടത്തിയത്. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും നയിക്കുന്ന സമരാഗ്നി 21-ാം തീയതിയാണ് കട്ടപ്പനയിൽ എത്തുന്നത്. വെള്ളയാങ്കുടിയിൽ നിന്നും ആരംഭിച്ച റാലി വള്ളക്കടവിൽ സമാപിച്ചു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. നമ്മുടെ രാജ്യത്തെ കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന BJP ഗവൺമെന്റും ഏതാണ്ട് 7.5 വർഷം പൂർത്തിയാക്കിയ സംസ്ഥാനത്തെ ഇടതുപക്ഷ ഗവൺമെന്റും നമ്മുടെ ഈ രാജ്യത്തെയും ഈ സംസ്ഥാനത്തെയും ഭരിച്ച് മുടിച്ച് മുമ്പോട്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ജനങ്ങളെ കളിപ്പിച്ചുകൊണ്ട് ഓരോ തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ആ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാതെ ജനങ്ങളെ വിട്ടികളാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന സമീപനമാണ് കേന്ദ്രത്തിൽ BJPയും സംസ്ഥാനത്തെ ഇടതുപക്ഷ മുന്നണിയും സ്വീകരിച്ചിട്ടുള്ളത്. 2024 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടി എന്നും നേതൃത്വം കൊടുത്തിട്ടുള്ള, ഇന്ത്യയാക്കി മാറ്റുവാനായി രക്തം ചിന്തിയിട്ടുള്ള, ത്യാഗം സഹിച്ചിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം നമ്മുടെ രാജ്യത്ത് വന്നില്ല എങ്കിൽ നമ്മുടെ രാജ്യത്തെ മതേതരത്വവും ജനാധിപത്യവും തകരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, ജോയി പൊരുന്നോലി, ഷൈനി സണ്ണി ചെറിയാൻ, ജോസ് മുത്തനാട്ട, ഷാജി വെള്ളമാക്കൽ, AM സന്തോഷ്, പ്രശാന്ത് രാജു, KS സജീവ്, സജിമോൾ ഷാജി, ലീലാമ ബേബി, സാലി കുര്യാക്കോസ്, അരുൺകുമാർ കാപ്പുകാട്ടിൽ, ജിതിൻ ഉപ്പമാക്കൽ, സാന്ദ്ര ജോസഫ്, CS സൂര്യ തുടങ്ങിയവർ പങ്കെടുത്തു. സമരാഗ്നി ജാഥയ്ക്ക് മുന്നോടിയായി കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി G മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഇരട്ടയാർ ഇടിഞ്ഞമലയിൽ നിന്നും ആരംഭിച്ച പ്രചരണ ജാഥ കൊച്ചുകാമാക്ഷി, ചെമ്പകപ്പാറ, പള്ളിക്കാനം നോർത്ത്, ശാന്തിഗ്രാം, നാലുമുക്ക്, ചേലക്കക്കവല, നത്തുകല്ല് എന്നിവിടങ്ങളിലെ സ്വീകരണത്തിനു ശേഷം ഇരട്ടയാറിൽ സമാപിച്ചു. DCC ജനറൽ സെക്രട്ടറി G മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരൻ എപ്പോഴും ആശ്രയിക്കുന്ന മൊബൈൽ സ്റ്റോറുകൾ കഴിഞ്ഞ ദിവസം നിയമസഭ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിത്യോപയോഗ സാധനങ്ങളായ 13 കൂട്ടം ഉൽപ്പന്നങ്ങൾക്ക് ഞങ്ങളുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ വില വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞ ആ പിണറായിയുടെ ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം നിയമസഭ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നിയമസഭയിൽ പോലും പറയാതെ ആ 13 കൂട്ടം ഉൽപ്പന്നങ്ങൾക്കും പഞ്ചസാരയും പരിപ്പും ഉൾപ്പെടെയുള്ള അരി ഉൾപ്പെടെയുള്ള 13 കൂട്ടം പച്ചമുളകും മല്ലി ഉൾപ്പെടെയുള്ള 13 കൂട്ടം ഉൽപ്പന്നങ്ങൾക്കും ഏതാണ്ട് 50, 55, 90% വരെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെയുള്ള പ്രക്ഷോഭവുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ബ്ലോക്ക് പ്രസിഡന്റ് CS യശോധരൻ, ഷാജി മടത്തുമൂട്ടിൽ, ജോസ് തച്ചാപ്പറമ്പിൽ, രതീഷ് ആലേപ്പുരയ്ക്കൽ, അജയ് കളത്തുകുന്നേൽ, സജീവ് പറമ്പിൽ, സുകുമാരൻ
പനച്ചോൽ, ആനന്ദ് കുളത്തുങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഇരട്ടയാറിൽ നടന്ന ജനകീയ വിചാരണ KPCC മീഡിയ വക്താവ് സേനാപതി വേണു ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഈ ജനകീയ വിചാരണ സദസ്സിൽ ഈ ഭരണകൂടത്തോട് ചോദിക്കുന്നു, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള മുഴുവൻ സാധനങ്ങളുടെയും വില അത് വാണം പോലെ കുതിച്ചുയറുക. അത് നമ്മൾ ആലങ്കാരികമായിട്ട് പറയുന്ന ഒരു പദമല്ല. നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധന ഈ നാട്ടിലെ നിത്യ വരുമാനക്കാരന് താങ്ങാൻ പറ്റുന്നില്ല. ഇവിടെ ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, അവരുടെ ഒരു ദിവസത്തെ വരുമാനം അവർ 500 രൂപ 600 രൂപ ക്ലിപ്ത വരുമാനമാണ്. അതിനപ്പുറത്തൊരു വരുമാനമില്ല. അവൻ രാവിലെ വാങ്ങുന്ന പച്ചക്കറിക്ക് പിറ്റേ ദിവസം 10 രൂപ 15 രൂപ കിലോഗ്രാമിന് കൂടുതൽ. ഈ ഇരിക്കുന്ന നിങ്ങളും ഞാനുമൊക്കെ ക്ലിപ്ത വരുമാനക്കാരാണ്, പരിമിതമായ വരുമാനമുള്ളവരാണ്. പക്ഷേ നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെ വില അനുദിനം വാണം പോലെ കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലോക്ക് പ്രസിഡന്റ് CS യശോധരൻ, YC സ്റ്റീഫൻ, വിനോദ് നെല്ലിക്കൽ, ഷാജി മടത്തുമുറി, ജോസ് തച്ചാപറമ്പിൽ, രതീഷ് ആലേപ്പുരയ്ക്കൽ, അജയ് കളത്തുകുന്നിൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ പാവപ്പെട്ടവന്റെ അന്നം മുടക്കിയ പിണറായി സർക്കാരിനുള്ള താക്കീതാണ് സമരാഗ്നി പ്രക്ഷോഭയാത്രയെന്ന് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ. കാഞ്ചിയാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരാഗ്നി വിളംബര ജാഥ നരിയമ്പാറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അങ്കണവാടി കുട്ടികളുടെ പോഷകാഹാരം മുടക്കി, സ്കൂളുകളിലെ ഉച്ചക്കഞ്ഞി മുടക്കി, വയോജനങ്ങളുടെ ക്ഷേമ പെൻഷൻ മുടക്കി, കാരുണ്യ ചികിത്സാ സഹായം മുടക്കി. ഇങ്ങനെ പാവങ്ങളുടെ മുങ്ങിത്താണ് സർക്കാരാണിതെന്നും ഇതിനെതിരായുള്ള പ്രതിഷേധ കൊടുങ്കാറ്റാണ് സമരാഗ്നി ജാഥയെന്നും കാഞ്ചിയാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരാഗ്നി വിളംബര ജാഥ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തോമസ് മൈക്കിൾ പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ അംഗൻവാടി കുട്ടികൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി നമ്മുടെ രാജ്യത്തുണ്ട്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ആരംഭിച്ച അംഗൻവാടി സംവിധാനം, ആ അംഗൻവാടിയിലെത്തുന്ന കുട്ടികൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നമ്മുടെ രാജ്യത്ത് ആരംഭിച്ചതാണ്. അത് ഇന്ന് വരെ നാളിതുവരെ യാതൊരു മുടക്കവും കൂടാതെ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ്. എന്നാൽ നിങ്ങളറിയണം, ഇപ്പോൾ നമ്മുടെ അംഗൻവാടികളിൽ വിതരണം ചെയ്യുന്ന ആ പോഷകാഹാരത്തിനും മുടക്കമുണ്ടായിരിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ സമീപത്തെല്ലാം അംഗൻവാടികളുണ്ട്. ഒരു വാർഡിൽ 2-3 അംഗൻവാടികളുണ്ട്. ആ അംഗൻവാടിയിലെ ഹെൽപ്പർമാരോട്, വർക്കർമാരോട് നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. കുട്ടികൾക്ക് കൊടുക്കുന്ന ആ ഭക്ഷണം പോലും ഇപ്പോൾ ലഭ്യമല്ലാത്ത സാഹചര്യം വന്നിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആൽബിൻ മണ്ണഞ്ചേരി അധ്യക്ഷനായിരുന്നു. യോഗത്തിൽ ജോയി ഇഴക്കുന്നേൽ, സണ്ണി വെങ്ങാലൂർ, അലൻ S പുലിക്കുന്നേൽ, റിജോ കുഴിപ്പള്ളി, അൽഫോൺസ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ നടത്തിയ വിളംബര ജാഥ കാഞ്ചിയാർ പഞ്ചായത്തിലുടനീളം പര്യടനം നടത്തി വെള്ളിലാങ്കണ്ടത്ത് സമാപിച്ചു. മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ടയിൽ ഇരട്ട നീതിയെന്ന് പരാതി. ടൗണിൽ കലിങ്ക് നിർമ്മിക്കുന്നുണ്ടെങ്കിലും കലിങ്കിൽ നിന്നും വെള്ളം ഒഴുകിപ്പോകാൻ സ്ഥലമില്ലാതെ സ്വകാര്യ കെട്ടിടങ്ങൾ നിലനിൽക്കുകയാണ്. ടൗണിന് നടുവിലുള്ള കെട്ടിടങ്ങൾ ഒഴിപ്പിച്ച പഞ്ചായത്ത് അധികൃതർ വൻകിടക്കാരുടെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ആദ്യം തന്നെ മാട്ടുക്കട്ട ടൗണിന് നടുവിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയിരുന്നു. തുടർന്ന് ഇവിടെ വിസ്താരമുള്ള കലിങ്കാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻപ് വെള്ളപ്പൊക്കമുണ്ടായി നാശനഷ്ടമുണ്ടായ സാഹചര്യത്തിലാണ് വലിപ്പമുള്ള കലിങ്ക് നിർമ്മിക്കുന്നത്. എന്നാൽ കലിങ്കിൽ എത്തുന്ന വെള്ളം കടന്നുപോകാൻ മറുഭാഗത്ത് സ്ഥലമില്ലാത്ത സ്ഥിതിയുണ്ട്. സ്വകാര്യ കെട്ടിടങ്ങൾ നിലനിൽക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. ടൗണിൽ ചെറിയ വ്യാപാരശാലകൾ ഒഴിപ്പിച്ച പഞ്ചായത്ത് അധികൃതർ വമ്പന്മാരുടെ കെട്ടിടങ്ങൾ ഒഴിപ്പിക്കാൻ വിമുഖത കാണിക്കുകയാണെന്ന ആരോപണം ഉയരുന്നുണ്ട്. ഇതോടെ ഇരട്ട നീതിയാണ് ഇവിടെ അധികൃതർ സ്വീകരിക്കുന്നതെന്ന് BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് OS ബിനു പറഞ്ഞു. ഈ വെള്ളം ഒഴുകി പോകാൻ ആവശ്യമായിട്ടുള്ള ഒരു സൗകര്യമില്ലാതെ വലിയ കലിങ്ക് പണിത് വെക്കുന്നു. കലിങ്കിനകത്ത് വരുന്ന വെള്ളം താഴേക്ക് ഒഴുകി പോകാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ വൻകിട കയ്യേറ്റം നടന്നിരിക്കുന്നു. PWD റോഡ് കയ്യേറ്റി കെട്ടിടങ്ങൾ വെച്ച് ആ ഓട അടച്ചിരിക്കും. ഈ ഓട തുറന്നു വിട്ടുകൊണ്ട് ആവശ്യമായ ജലം ഒഴുകി പോകാനുള്ള സാഹചര്യം ഉണ്ടാകും. ഈ സർവകക്ഷി യോഗത്തിലൊക്കെ 2 സ്ഥലത്തേക്കും തുല്യ നീതി ഉറപ്പുവരുത്തുമെന്ന് പറയുന്ന പഞ്ചായത്ത് ഒരു സൈഡ് പൊളിച്ചു മാറ്റിക്കൊണ്ട് മറു സൈഡിൽ ആരെയും തൊടാത്തൊരവസ്ഥ. വലിയ പണക്കാരിലേക്ക് എത്തുമ്പോൾ പഞ്ചായത്ത് പുറകോട്ട് പോകും. അപ്പോൾ പഞ്ചായത്തിൻ്റെ ഈ അനാസ്ഥത മാറ്റണം. ഈ കെട്ടിടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഇവിടുത്തെ വെള്ളം ഒഴുകി പോകുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണം. പഞ്ചായത്ത് നടപടി സ്വീകരിക്കാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ കളക്ടർക്കും PWD ചീഫ് എഞ്ചിനീയർക്കും ഒക്കെ ഞങ്ങൾ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പഞ്ചായത്തും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരും ഇവിടെ ഒത്തുകളിക്കുകയാണെന്നും കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ആരോപണമുണ്ട്. കൂടാതെ മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി ഇരുഭാഗത്തേക്കും വീതി കൂട്ടുമെന്ന പഞ്ചായത്ത് അധികൃതർ പറഞ്ഞ വാക്കും വെറുതെയാണെന്നും വ്യാപാരികൾ കുറ്റപ്പെടുത്തുന്നു. ചില ആളുകൾ തടസ്സപ്പെടുത്തിക്കൊണ്ടും ചില ആളുകൾ അത് ഒഴിപ്പിച്ചുകൊണ്ട് നന്നായി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു. മാട്ടുക്കട്ട ടൗണിൻ്റെ ഹൃദയഭാഗത്തുണ്ടായിരുന്ന കച്ചവട സ്ഥാപനങ്ങളെല്ലാം എല്ലാവരും കൂടി ഒത്തുചേർന്നുകൊണ്ട് ഒഴിപ്പിക്കുകയും അവിടെ വികസനം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട്
ആ കടകളെല്ലാം ഇടിച്ചു നിരത്തി കളയുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ആ മാട്ടുകട ടൗണിൽ കലുങ്ക് നിർമ്മിക്കാൻ വരുമ്പോൾ പഞ്ചായത്ത് പറയുന്ന മുഴുവൻ കലുങ്കുകൾ എടുക്കണം. എന്നാൽ ആ പാർട്ടിക്കാർ തന്നെ ഒത്താശ ചെയ്ത് കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണെന്നുള്ളത്. അത്ര അടിയന്തരമായിട്ട് PWDക്ക് വേണ്ടി വന്നിട്ടിരിക്കുന്ന സ്ഥലം അത് കൃത്യമായും റവന്യൂ വകുപ്പ് അളന്ന് തിരിച്ചു കൊടുക്കുകയും മുഴുവൻ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇതോടെ മാട്ടുക്കട്ടയിലെ കലിങ്ക് നിർമ്മാണം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. മേരികുളം തീപ്പെട്ടി ഫാക്ടറി റോഡിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം മാട്ടുക്കട്ട ടൗണിലേക്കാണ് എത്തുന്നത്. കലിങ്കിനടിയിലെത്തുന്ന വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമില്ലാതാകുന്നതോടെ അടുത്ത മഴക്കാലം ഭീതിയോടെയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്. ഒപ്പം അനധികൃതമായി ഓട കയ്യേറി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി വെള്ളം ഒഴുകിപ്പോകാൻ സ്ഥലം ക്രമീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. വിഷയത്തിൽ ഇടുക്കി കളക്ടർക്കും PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും പരാതി നൽകിയിരിക്കുകയാണ് BJP നേതൃത്വം. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ പേരിൽ പതിറ്റാണ്ടുകളായി താമസിക്കുന്ന വീട്ടിൽ നിന്നും കുടിയിറക്കാൻ ശ്രമിക്കുന്നതായി ആക്ഷേപം. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട സ്വദേശികളായ 3 കുടുംബങ്ങളാണ് പരാതിയുമായി എത്തിയത്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ മാട്ടുക്കട്ട വില്ലേജ് ഓഫീസിന് സമീപം താമസിക്കുന്ന തോപ്പിൽ മോൻസി ചാക്കോ, പുത്തൻവിള സനിത ഷാജി, വാലയിൽ മിനി അശോകൻ എന്നിവരാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. 10 ചീനിൽപ്പെട്ട സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. റോഡ് വീതിക്കൂട്ടലിന്റെ ഭാഗമായി PWD മണ്ണെടുത്തുപോയ സ്ഥലത്താണ് തങ്ങളുടെ വീട് ഒഴിയണമെന്ന് പഞ്ചായത്ത് ആവശ്യപ്പെടുന്നത്. സമാനമായി റോഡ് പുറമ്പോക്കിലുള്ള വൻകിടക്കാരെ ഒഴിവാക്കിയാണ് പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെടെയുള്ളവരെ ഒഴിപ്പിക്കാൻ പഞ്ചായത്ത് ശ്രമിക്കുന്നതെന്ന് കുടുംബങ്ങൾ ആരോപിച്ചു. മാട്ടുക്കട്ട കൊടുപ്പാല ഭാഗത്ത് മണ്ണെടുക്കുകയും അതിൽ വില്ലേജ് ഭാഗത്ത് മണ്ണെടുത്ത് റോഡിന് ആവശ്യമായ വീതി എടുത്തു പോവുകയും സംരക്ഷണ ഭിത്തി കെട്ടുന്നതിൻ്റെ ഭാഗമായി തുടർ നടപടികളുമായി PWD പോയ സമയത്ത് പഞ്ചായത്തിൻ്റെ ഒത്താശയോടെ കുറേ സ്വകാര്യ വ്യക്തികളെ സഹായിക്കുന്നതിന് വേണ്ടി മാത്രം അവിടുത്തെ പണികൾ തടയുകയും വീതിയില്ല എന്ന പേരിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അവിടെ ആവശ്യത്തിനുള്ള വീതി എടുത്തു പോയിട്ടുള്ളതാണ്. സ്വകാര്യ വ്യക്തികൾക്ക് ഈ 3 വീടുകൾ അവിടുന്ന് ഒഴിഞ്ഞു പോയാൽ അതിൻ്റെ പിന്നിലുള്ള സ്വകാര്യ വ്യക്തിക്ക് ഫ്രണ്ടേജ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ പഞ്ചായത്തിൻ്റെ ഒത്താശയോടെ പരിപാടി നടന്നിരിക്കുന്നത്. തങ്ങളുടെ വീട് ഒഴിവാക്കിയാൽ ഇതിന് പിന്നിലുള്ള സ്വകാര്യ വ്യക്തിക്ക് പ്രധാന പാത വീടിന് മുന്നിൽ വരുമെന്നതും ഒഴിപ്പിക്കലിന് കാരണമാണെന്ന് കുടുംബങ്ങൾ പറയുന്നു. PWDക്ക് ആവശ്യമായ സ്ഥലം അവരെടുത്തു പോയിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പം വീണ്ടും ആ 3 വീടുകൾ മാത്രം ടാർഗറ്റ് ചെയ്ത് ആ 3 വീടുകൾ മാത്രം ഒഴിപ്പിച്ചാൽ മതി എന്ന് പറയുന്നത്. ബാക്കി ഞങ്ങളുടെ ഇടവും വല ഒരുക്കുന്ന എല്ലാ വ്യക്തികൾക്കും മുമ്പിലും പുറകിലും ഞങ്ങളുടെ ഒപ്പമുള്ള എല്ലാ വീടുകൾക്കും സംരക്ഷണ ഭിത്തി പണിഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മളെ മാത്രമാണ് പൂർണ്ണമായിട്ട് ഇവർ തഴയുന്നത്. അതുപോലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരുൾപ്പെടെ നമ്മുടെ അയൽവാസികളാണ്. അതായത് അവരും ഇതേ സ്ഥലത്ത് തന്നെയാണ്, റോഡ് സൈഡിൽ തന്നെയാണ് ഇവരും താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് എടുത്തു പോയ പോലെ തന്നെ വീതിയാണ് നമുക്കും എടുത്തു പോയിട്ടുള്ളത്. ലൈഫ് ഭവന പദ്ധതിയിൽ ലഭിച്ച വീട് ഉൾപ്പെടെ ഒഴിയണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഒഴിയാൻ ആവശ്യപ്പെട്ട വീടിന് എതിർഭാഗത്ത് സർവീസ് സ്റ്റേഷൻ അടക്കമുള്ള നിർമ്മിതികളെ കണ്ടില്ലെന്ന് നടിക്കുന്നതായും ഇവർ ആരോപിച്ചു. കേരള കോൺഗ്രസ് കർഷക യൂണിയന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാവിലെ 11 മണിക്ക് ചെറുതോണി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കും. വന്യജീവികളുടെ ആക്രമണം ജനജീവിതത്തിന് ഭീഷണിയായി മാറിയിട്ടും സർക്കാർ അനങ്ങാപ്പാറ നയം തുടരുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരം സംഘടിപ്പിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. ഇടുക്കിയും വയനാടും ഉൾപ്പെടെ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണങ്ങൾ തടയുക, ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിനും കൃഷിനാശം സംഭവിച്ചവർക്കുമുള്ള നഷ്ടപരിഹാരം അടിയന്തരമായി നൽകുക, കൃഷിഭൂമിയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ നേരിടാൻ കർഷകർക്ക് അനുവാദം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള കർഷക യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെയും കേരള കോൺഗ്രസ് ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ചെറുതോണി നഗരംപാറ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. വയനാട്, ഇടുക്കി ജില്ലയിൽ മാങ്കുളം ഉൾപ്പെടെയുള്ള സംസ്ഥാനത്ത് വ്യാപകമായി വന്യജീവി ശല്യം ഇന്ന് ഉണ്ട്. ആ ശല്യം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ വയനാട്ടിലും അതുപോലെ നമ്മുടെ ഈ വന്യജീവി ശല്യത്തിൻ്റെ ഇരകളായിട്ടുള്ള ആൾക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ശരിക്കും വയനാട്ടിലെ ആനയുടെ ആക്രമണത്തിൽ മരിച്ച 2 കുടുംബങ്ങൾക്കും ആ നാട്ടുകാർക്കുമെല്ലാം ഇടുക്കി ജില്ലയിലെ കർഷക യൂണിയൻ്റെ ഐക്യദാർഢ്യം ഞങ്ങൾ ഈ സമയത്ത് പ്രഖ്യാപിക്കുകയാണ്. അവരോടൊപ്പം പോരാടുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 21-ാം തീയതി നടക്കുന്ന സമരം എന്നുകൂടി ഞങ്ങൾ ഓർമ്മിക്കുകയാണ്. പാർട്ടി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് സമരം ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോയി കൊച്ചുകരോട്ട്, പാർട്ടി ഉന്നതാധികാര സമിതി അംഗങ്ങളായ നോബിൾ ജോസഫ്, അഡ്വക്കേറ്റ് തോമസ് പെരുമന, കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുക്കുമെന്ന്
കാർഷിക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ബിനു ജോൺ ഇലവുമുട്ടിൽ, സംസ്ഥാന സെക്രട്ടറി സണ്ണി തെങ്ങുംപള്ളിൽ, ജില്ലാ സെക്രട്ടറി ജെയ്സ് എബ്രഹാം അത്തിമൂട്ടിൽ എന്നിവർ അറിയിച്ചു. കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ ബസന്റ് ജോസ് അനുസ്മരണവും സ്കോളർഷിപ്പ് വിതരണവും നടന്നു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി കണ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. 2010-13 വർഷത്തിൽ കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ ഇക്കണോമിക്സ് വിഭാഗത്തിൽ പഠിച്ച വിദ്യാർത്ഥിയായിരുന്നു ബസന്റ് ജോസ്. പഠനകാലത്ത് തന്നെ അകാലത്തിൽ പൊലിഞ്ഞ കൂട്ടുകാരന്റെ ഓർമ്മയ്ക്കായാണ് സഹപാഠികളുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും അനുസ്മരണം സംഘടിപ്പിക്കുന്നത്. 7ാമത് അനുസ്മരണമാണ് കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത്. കൂട്ടുകാരന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പിന്റെ വിതരണവും അനുസ്മരണ യോഗത്തിൽ വെച്ച് നടന്നു. അനുസ്മരണ യോഗവും സ്കോളർഷിപ്പ് വിതരണവും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇത് നമുക്ക് തരുന്ന വലിയൊരു മെസ്സേജാണ്. ഈ കാലഘട്ടത്തിൽ ഇത്രയും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന, ഇപ്പം ഞാൻ ഇത് ചെയ്തില്ലെങ്കിലും, ഈ ഫംഗ്ഷൻ ചെയ്തില്ലെങ്കിലും, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ചെയ്തില്ലെങ്കിലും ആരും ഒന്നും പറയാൻ പോകുന്നില്ല. പക്ഷേ അവരുടെ മനസ്സിൽ ആഴത്തിലുള്ള ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമാണ് ഈ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിന് എന്നോട് വന്ന് പെർമിഷൻ ചോദിച്ചിട്ട് 1 മാസമായി. അപ്പോൾ 1 മാസം മുമ്പ് തന്നെ വന്ന് പെർമിഷൻ ചോദിക്കുക, അത് കൃത്യമായി നടത്തുക, ആ സമയത്ത് എത്തിച്ചേരാം. നമുക്കറിയാം, നമ്മൾ ഈ കലാലയം വിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചെത്തുമ്പോഴത്തേക്ക് നമ്മൾ പല ജോലിയിലാവും. എല്ലാവരും ചോദിക്കുമ്പോൾ തിരക്കിലാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇവർക്ക് ഒരു തിരക്കില്ല. ഈ ദിവസം ഒരു ദിവസം മാറ്റിവെക്കാൻ, സുഹൃത്തിന് വേണ്ടി ഒരു ദിവസം മാറ്റിവെക്കാൻ ഒരു തിരക്കില്ല. അത് ആ സ്നേഹത്തിൻ്റെ ആഴത്തിനാണ് പറയുന്നത്, നമുക്ക് കാണിക്കുന്നത്. യോഗത്തിൽ ഇക്കണോമിക്സ് വിഭാഗം അസിസ്റ്റന്റ് മേധാവി ഡോക്ടർ അരുൺകുമാർ അധ്യക്ഷനായിരുന്നു. ടോജി ഡൊമിനിക്, ഒസി അലൂഷ്യസ്, വിൻസ്മോൻ സജീവ് എന്നിവർ സംസാരിച്ചു. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈടെക് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഈ മാസം 26-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. പ്രാദേശിക തല ഉദ്ഘാടനത്തിനായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ വിവിധ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഹൈടെക് ആകുന്നതോടൊപ്പം വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ഹൈടെക് വിദ്യാഭ്യാസ പദവിയിലേക്ക് മാറുകയാണ്. പദ്ധതി പ്രകാരം 3 നിലകളിലായുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം ഇതിനോടകം പൂർത്തീകരിച്ചു. ഈ മാസം 26-ാം തീയതി സംസ്ഥാനത്തെ വിവിധ സ്കൂളുകൾക്കൊപ്പം വൈകുന്നേരം 4 മണിക്ക് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈടെക് വിഭാഗത്തിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. ഇതിന്റെ പ്രാദേശികതല ഉദ്ഘാടന യോഗത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗമാണ് സ്കൂളിൽ നടന്നത്. PTA പ്രസിഡന്റ് PM നൌഷാദ് അധ്യക്ഷനായിരുന്നു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ യോഗം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തുങ്കൽ, സ്കൂൾ പ്രിൻസിപ്പൽ ജർമലിൻ, അധ്യാപകർ, വിവിധ രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഉപ്പുതോട് ഗവൺമെന്റ് UP സ്കൂളിന്റെയും അംഗനവാടിയുടെയും സംയുക്ത വാർഷികം ആഘോഷിച്ചു. ജനഗണമന 2024 എന്ന പേരിൽ നടത്തിയ വാർഷിക ആഘോഷങ്ങൾ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. മരിയാപുരം പഞ്ചായത്തിലെ ഉപ്പുതോട് ഗവൺമെന്റ് UP സ്കൂളും അങ്കണവാടിയും സംയുക്തമായാണ് വാർഷികാഘോഷം സംഘടിപ്പിച്ചത്. വിപുലമായി നടത്തിയ വാർഷികാഘോഷം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ സൗകര്യങ്ങളും ഒരു ദിവസം ഉണ്ടായിരിക്കാൻ പറ്റില്ല. ഈ 10-12-13 വർഷക്കാലം കൊണ്ട് ഇത്രയേറെ സൗകര്യങ്ങൾ, 100-ലധികം ഡോക്ടർമാര്, ഇനിയും നമുക്ക് മെച്ചപ്പെടുത്താനുണ്ട്. 100 കുട്ടികൾ പഠിക്കുന്നു. ആ 100 മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി സംസ്ഥാനത്ത് ആദ്യ വർഷ പരീക്ഷ കഴിഞ്ഞപ്പോൾ ഇടുക്കിയിലെ 2ാമത്തെ സ്ഥാനത്തെ മെഡിക്കൽ കോളേജായി ഇടുക്കി മെഡിക്കൽ കോളേജ് മാറി. നമ്മുടെ കുട്ടികളാണ് അത്രയേറെ മാർക്ക് മേടിച്ച് വിജയിച്ചത്. സർവീസിൽ നിന്നും വിരമിക്കുന്ന അങ്കണവാടി ടീച്ചർ റോസക്കുട്ടി PJയെ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉപഹാരം നൽകി ആദരിച്ചു. പുതുതായി നിർമ്മിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും നടന്നു. ഓഡിറ്റോറിയത്തിനായി ധനസഹായം നൽകിയ PSN ട്രസ്റ്റ് ചെയർമാൻ PK അനന്തനാരായണൻ ഓഡിറ്റോറിയത്തിന്റെ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. മരിയാപുരം പഞ്ചായത്ത് നൽകിയ നിർമ്മാണ സാമഗ്രികളും എറണാകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന PNS ട്രസ്റ്റിന്റെ ധനസഹായത്തോടെയുമാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചത്. മരിയാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രജിനി ടോമി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജയ മേരി KA, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സാജു പോൾ, ഡെന്നിമോൾ രാജു, AEO സേവിയർ PJ, PTA പ്രസിഡന്റുമാരായ സീമോൻ മനത്താനത്ത്, ഷംല ഷിജു, സ്റ്റാഫ് പ്രതിനിധി ബിനോജ് MR എന്നിവർ സംസാരിച്ചു. ISROയിലെ സീനിയർ സയന്റിസ്റ്റ് എഞ്ചിനീയർ ഷിബു മാത്യുവിന്റെ നേതൃത്വത്തിൽ ശാസ്ത്ര സദസ്സും നടത്തി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. വണ്ടൻമേട് സെന്റ് ആന്റണീസ് നഴ്സറി സ്കൂൾ വാർഷികം നടന്നു. പ്രൊവിൻഷ്യൽ കൗൺസിലർ സിസ്റ്റർ ടിൻസി കുളത്തനാൽക്കുഴി ഉദ്ഘാടനം ചെയ്തു.
കിഡ്സിൽ 2K24 എന്ന പേരിലാണ് വണ്ടൻമേട് സെന്റ് ആന്റണീസ് നഴ്സറി സ്കൂൾ വാർഷികം സംഘടിപ്പിച്ചത്. പ്രൊവിൻഷ്യൽ കൗൺസിലർ സിസ്റ്റർ ടിൻസി കുളത്തേനാൽക്കുഴി ഉദ്ഘാടനം ചെയ്തു. According to Nelson Mandela, education is the most powerful weapon which we can use to change the world. ഭാരതീയ ഋഷിമാരുടെ അഭിപ്രായമനുസരിച്ച് വിദ്യാഭ്യാസം എന്നത് ഒരു ദീപത്തിൽ നിന്നും മറ്റൊരു ദീപത്തിലേക്ക് ദീപത്തെ ജ്വലിപ്പിക്കുക എന്നതാണ്. നഹിജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ. ഈ ലോകത്തിൽ ജ്ഞാനത്തിന് തുല്യമായി പവിത്രമായ യാതൊന്നും തന്നെയില്ല. വാർഷികത്തോടനുബന്ധിച്ച് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. സ്കൂൾ PTA പ്രസിഡന്റ് മാത്യു ഇമ്മാനുവേൽ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസ്യൂസ് തെരേസ്, ഡോക്ടർ പി തിരുമുരുകൻ, ബിനി എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. മുരിക്കാശ്ശേരി മാർസ്ലീവ കോളേജിൽ 2021-23 അധ്യയന വർഷത്തെ സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് നടന്നു. ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി രൂപത വികാരി ജനറാളും കോളേജ് മാനേജരുമായ മോൺസിഞ്ഞോർ ജോസ് കരിവേരിക്കൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. വിദ്യാർത്ഥികൾക്കുള്ള വിവിധ അവാർഡുകളും അദ്ദേഹം വിതരണം ചെയ്തു. വിദ്യാർത്ഥികൾക്കുള്ള ബിരുദ സർട്ടിഫിക്കറ്റ് വിതരണം ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ നിർവഹിച്ചു. ഇടുക്കി രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ഡോക്ടർ ജോർജ് തകടിയേൽ മുഖ്യ സന്ദേശം നൽകി. കോളേജ് ബർസാർ ഫാദർ ജെയിംസ് പാലക്കാമറ്റം വിദ്യാർത്ഥികൾക്കായുള്ള പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ മോളി MA, വൈസ് പ്രിൻസിപ്പൽ ആനന്ദ് ജോസഫ്, സോഷ്യൽ വർക്ക് വിഭാഗം അധ്യാപകൻ സെബാസ്റ്റ്യൻ മാത്യു, പ്രോഗ്രാം കോർഡിനേറ്റർ സിസ്റ്റർ ആൽബി SH എന്നിവർ സംസാരിച്ചു. സോഷ്യൽ വർക്ക് വിഭാഗം മേധാവി ഫാദർ ജോസി പുതുപ്പറമ്പിൽ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കട്ടപ്പന ഗവൺമെന്റ് കോളേജിന് സമീപത്ത് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ അപകട ഭീഷണിയിലായ തെങ്ങ് വെട്ടിമാറ്റി. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് നഗരസഭയാണ് തെങ്ങ് വെട്ടി നീക്കിയത്. കോളേജിന് സമീപത്ത് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്നിരുന്ന തെങ്ങ് അപകട ഭീഷണിയിലായിരുന്നു. തെങ്ങിൽ നിന്ന് ഓലയും തേങ്ങയും മറ്റൊരു സ്വകാര്യ വ്യക്തിയുടെ വീടിന് മുകളിലേക്കാണ് വീണിരുന്നത്. ഷീറ്റിട്ട വീടിന് മുകളിലേക്ക് ഇവ വീഴുന്നതിനാൽ ഷീറ്റ് പൊട്ടുന്നത് പതിവായിരുന്നു. തെങ്ങ് വെട്ടിനീക്കണമെന്ന് ഉടമയെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാതായതോടെയാണ് നഗരസഭയിൽ പരാതി നൽകിയത്. സ്വകാര്യ വ്യക്തിയുടെ പരാതിയെ തുടർന്ന് അദ്ദേഹത്തിന്റെ വീടിന് ഭീഷണിയായി നിന്നിരുന്ന തെങ്ങ് മുനിസിപ്പാലിറ്റി ഇടപെട്ട് വെട്ടിമാറ്റി. അദ്ദേഹത്തിന്റെ വീടിനും സ്വത്തിനും ഭീഷണിയായതിനെ തുടർന്നാണ് നടപടി. നഗരസഭയുടെ ചിലവിലാണ് തെങ്ങ് വെട്ടിനീക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് മാസങ്ങളായി തർക്കവും പരാതിയും നിലനിന്നിരുന്നു. കട്ടപ്പന അമ്പലക്കവല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉത്രം തിരുനാൾ മഹോത്സവത്തിന് കൊടിയേറി. ഫെബ്രുവരി 20 മുതൽ 27 വരെയാണ് ഉത്സവം നടക്കുന്നത്. കുമരകം MN ഗോപാലൻ തന്ത്രികൾ നേതൃത്വം നൽകും. തുടർന്ന് വലിയകണ്ടം വെള്ളിയാങ്കുടി കരകളുടെ ചില്ലാട്ടവും നടന്നു. ബുധനാഴ്ച വൈകിട്ട് 7-ന് കട്ടപ്പന ശ്രീവിനായക സ്കൂൾ ഓഫ് ഡാൻസിന്റെ നൃത്തസന്ധ്യയും വ്യാഴാഴ്ച വൈകിട്ട് 7-ന് പ്രസീത ചാലക്കുടി നയിക്കുന്ന ഫോക്ക് മെഗാ ഷോയും നടക്കും. വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് ആയില്യപൂജ, വൈകിട്ട് 5-ന് ശ്രീചക്രപൂജ, ശനിയാഴ്ച രാവിലെ 6:30-ന് മകം തൊഴൽ, 8:30-ന് പൊങ്കാല, 10-ന് ഉത്സവബലി, 12-ന് ഉത്സവബലി ദർശനം, പ്രസാദമൂട്ട, 7-ന് കട്ടപ്പന മുദ്ര നാട്യഗ്രഹത്തിന്റെ നൃത്തസന്ധ്യ എന്നിവ നടക്കും. ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് ശ്രീ ശബരിഗിരി സംഘത്തിന്റെ ഭജൻസ്, തിങ്കളാഴ്ച രാവിലെ 9-ന് പ്രതിഷ്ഠാദിന കലശാഭിഷേകം, വൈകിട്ട് 7-ന് 5 കരകളുടെയും മഹാഘോഷയാത്ര എന്നിങ്ങനെയാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. മഹാഘോഷയാത്രയ്ക്ക് ശേഷം 10 മണിക്ക് പള്ളിവേട്ട നടക്കും. ചൊവ്വാഴ്ച വൈകിട്ട് 5-ന് ആറാട്ട്, തുടർന്ന് മെഗാ തിരുവാതിരകളി, 7-ന് ആറാട്ട് സദ്യ എന്നിവയും നടക്കും. ക്ഷേത്രം പ്രസിഡന്റ് സന്തോഷ് ചാളനാട്ട്, വൈസ് പ്രസിഡന്റ് സാബു അറക്കൽ, സെക്രട്ടറി PD ബിനു, റോബിൻ രാജൻ, സജീന്ദ്രൻ പൂവാങ്കൽ, KK ദാസ്, ജയേഷ് തെക്കേടത്ത്, മനീഷ് മുടവനാട്ട്, വിജയൻ പുത്തേട്ട്, റജി കൊട്ടക്കാട്ട് എന്നിവർ നേതൃത്വം നൽകും.
തോപ്രാംകുടി പെരുന്തൊട്ടി ആയിരവല്ലിക്കാവ് ദേവീക്ഷേത്രത്തിൽ ബാലാലയ പ്രതിഷ്ഠ നടന്നു. ശ്രീവത്സം പ്രദീപ് ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠ നടത്തിയത്. പെരുന്തൊട്ടി ആയിരവല്ലിക്കാവ് ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തികൾക്ക് മുന്നോടിയായാണ് ബാലാലയ പ്രതിഷ്ഠ നടത്തിയത്. ആർഷ വിദ്യാപീഠം മഠാധിപതി ദയാനന്ദ സരസ്വതി സ്വാമികളുടെ ദിവ്യ സാന്നിധ്യത്തിൽ ശ്രീവത്സം പ്രദീപ് ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠ നടന്നത്. ഓം പരാശക്തിയേ നമഃ. ഓം പരാശക്തിയേ നമഃ. ഓം പരാശക്തിയേ നമഃ. ഭക്തി നിർഭരമായ ചടങ്ങുകളിൽ ആർഷ വിദ്യാപീഠം മാർഗദർശക് വിനോദ് നാരായണൻ ശാന്തികൾ പ്രതിഷ്ഠാ സന്ദേശം നൽകി. ക്ഷേത്രങ്ങൾ സാധനാകേന്ദ്രങ്ങളാവണം എന്ന ഋഷിവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആർഷവിദ്യാപീഠത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന ആയിരവല്ലിക്കാവ് ദേവീക്ഷേത്രത്തിലെ ബാലാലയ പ്രതിഷ്ഠയാണ് ഇന്ന്. ഈ ബാലാലയ പ്രതിഷ്ഠയ്ക്ക് ശേഷം പ്രതിഷ്ഠയോട് കൂടി ക്ഷേത്രങ്ങൾ സാധനാകേന്ദ്രങ്ങളാവണം, ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർ സാധകരായിത്തീരണം. ആ സാധകരായിത്തീരുമ്പോഴാണ് നമുക്ക് ലോകത്തിൽ ശാന്തിയും സമാധാനവും ഓരോ വ്യക്തികൾക്കും സമൂഹത്തിനും ഒപ്പം തന്നെ ലോകത്തിനും ലഭിക്കുന്നത് എന്നുള്ള സന്ദേശമാണ് ആർഷവിദ്യാപീഠം ഈ ബാലാലയ പ്രതിഷ്ഠയിലൂടെ നൽകുന്നത്. ആർഷ ദേവസ്വം സംയോജകൻ ബിജു PV, പ്രശാന്ത് MP, ഉണ്ണികൃഷ്ണൻ KK, തങ്കമ്മ സുരേന്ദ്രൻ, പുഷ്പ ബാബു, ഇന്ദിരാ വിജയൻ, രാധാമണി ചന്ദ്രബാബു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കാഞ്ചാർ കൽത്തൊട്ടി ശ്രീ നാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ഉത്സവം സമാപിച്ചു. സുരേഷ് ശ്രീധരൻ തന്ത്രിയുടെയും കാമാക്ഷി ഗുരുകുലം വൈദിക ശ്രേഷ്ഠരുടെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ക്ഷേത്ര ചടങ്ങുകൾ നടന്നത്. സമാപനത്തോടനുബന്ധിച്ച് മതമൈത്രി വിളിച്ചോതി വർണ്ണാഭമായ ഘോഷയാത്രയും നടന്നു. കഴിഞ്ഞ 17-ാം തീയതി ശാഖാ പ്രസിഡന്റ് NR ലാൽ കൊടിയേറ്റിയതോടെയാണ് ഉത്സവത്തിന് തുടക്കമായത്. ആദ്യ ദിനം ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വൈകിട്ട് നെരിയമ്പാറ ശബരിഗിരി സംഘത്തിന്റെ കൈകുട്ടിക്കളിയും വെള്ളിലാങ്കണ്ട മൂലിക്കൽ കളരി സംഘത്തിന്റെ കളരിപ്പയറ്റും നടന്നു. ഉത്സവത്തിന്റെ 2-ാം ദിനം രാവിലെ നടന്ന കുടുംബസംഗമം SNDP യോഗം മലനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധു A. സോമൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുകാരുണ്യം ക്ഷേമനിധി വിതരണവും അദ്ദേഹം നിർവഹിച്ചു. തുടർന്ന് KB രേഷ്മയുടെ പ്രഭാഷണവും നടന്നു. വൈകിട്ട് കലാസന്ധിയും അരങ്ങേറി. ഉത്സവത്തിന്റെ സമാപന ദിനം മഹാഗണപതി ഹോമം, പറയെടുപ്പ്, മഹാകലശപൂജ, കലശാഭിഷേകം, മഹാപ്രസാദമൂട്ട തുടങ്ങിയവയ്ക്ക് ശേഷം വൈകിട്ട് നെരിയമ്പാറ ശബരിഗിരി ഉപക്ഷേത്രാങ്കണത്തിൽ നിന്ന് താലപ്പൊലി ഘോഷയാത്ര നടന്നു. നൂറുകണക്കിന് ഭക്തർ ഘോഷയാത്രയിൽ പങ്കെടുത്തു. വാദ്യമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഘോഷയാത്രയ്ക്ക് മിഴിവേകി. നെരിയമ്പാറ ഹോളിക്രോസ് ഇടവക, നെരിയമ്പാറ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ സ്വർണ്ണവിലാസം, സെന്റ് ജോർജ് കുരിശുംതൊട്ടി, കൽത്തൊട്ടി NSS കരയോഗം എന്നിവിടങ്ങളിൽ ഘോഷയാത്രയ്ക്ക് നൽകിയ സ്വീകരണം മതമൈത്രി വിളിച്ചോതി. ശാഖാ പ്രസിഡന്റ് NR ലാൽ, സെക്രട്ടറി VK ഷാജി, വൈസ് പ്രസിഡന്റ് പ്രദീപ് S. മണി, യൂണിയൻ കമ്മിറ്റി അംഗം രതീഷ് വിജയൻ തുടങ്ങിയവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തിയ ശേഷം താലപ്പൊലി അഭിഷേകവും വിശേഷാൽ ദീപാരാധനയും നടന്നു. മഹാപ്രസാദമൂട്ടിന് ശേഷം ഗാനമേളയോടെയാണ് ഉത്സവം സമാപിച്ചത്. ഉപ്പുതറ ചീന്തലാർ ശ്രീ കറുപ്പുസ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ മഹോത്സവവും ആഴിയിറങ്ങലിനും തുടക്കമായി. ഫെബ്രുവരി 20 മുതൽ മാർച്ച് 3 വരെയാണ് മഹോത്സവം നടക്കുക. ചരിത്രപ്രസിദ്ധമായ ചീന്തലാർ ശ്രീ കറുപ്പുസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹോത്സവത്തിനും ആഴിയിറങ്ങലിനുമാണ് തുടക്കമായിരിക്കുന്നത്. ക്ഷേത്രം തന്ത്രി G. വടിവേൽ, മേൽശാന്തി സുന്ദരരാജ്, ശങ്കർ ആനക്കുഴി, മണികണ്ഠൻ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. ശ്രീ കറുപ്പസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവം ഇന്ന് ഫെബ്രുവരി 20 കൊടിയേറ്റോടുകൂടി ആരംഭിച്ചിരിക്കുകയാണ്. 13 ദിവസം നീണ്ട ഉത്സവത്തിൽ എല്ലാ ദിവസവും വൈകുന്നേരം അന്നദാനവും, മാർച്ച് മാസം 1-ാം തീയതി ഘോഷയാത്രയും, മാർച്ച് 2-ാം തീയതി ആഴിയിറക്കലും ഉണ്ടായിരിക്കും. കലശപൂജ, അന്നദാനം, പൊങ്കാല, താലപ്പൊലി ഘോഷയാത്ര, വിവിധ കലാപരിപാടികൾ, കരോക്കെ, ഗാനമേള എന്നിവ വിവിധ ദിവസങ്ങളിലായി നടക്കും. മാർച്ച് 2-ാം തീയതി വൈകുന്നേരം ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായ ആഴിയിറങ്ങൽ നടക്കും. ഉത്സവ സമാപന ദിനത്തിൽ മഞ്ഞൾ നീരാട്ടും കരകം ഗംഗയിൽ സംഗമവും ഉണ്ടാകും. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് P. കറുപ്പുസ്വാമി, വൈസ് പ്രസിഡന്റ് ചെല്ലദുരൈ രാമയ്യ, സെക്രട്ടറി M. ബിബിൻ, V. വിജിത്ത്, K. ജോസ്, B. കനകരാജ്, ഹരിനാരായണൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച
നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വ്യത്യസ്തമായ പേരുകളുള്ള സ്ഥലങ്ങളാൽ സമ്പന്നമായ ജില്ലയാണ് ഇടുക്കി. സ്ഥലനാമങ്ങൾ പോലെ തന്നെ ഈ പേരുകൾക്ക് പിന്നിലുള്ള കഥകളും കൗതുകകരമാണ്. വ്യത്യസ്തമായ പേരിലുള്ള ഇടുക്കിയിലെ ഒരു സ്ഥലവും സ്ഥലപ്പേരിന് പിന്നിലെ കഥയും കാണാം. ഇടുക്കി ജില്ലയിലെ സേനാപതി പഞ്ചായത്തിലെ 3 റോഡുകൾ ചേരുന്ന ഒരു കവലയാണ് ആത്മാവ് സിറ്റി. ഒരു കുഞ്ഞു ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ആർട്സ് ക്ലബ്ബും പലചരക്ക് കടയും അതിനോട് ചേർന്നുള്ള ഒരു ചായക്കടയും ഇത്രയും ചേർന്നതാണ് ഈ സിറ്റി. ഒറ്റനോട്ടത്തിൽ പഴയകാല മലയാള ചലച്ചിത്രങ്ങളിൽ നാം കണ്ടിട്ടുള്ള ഒരു തനി നാടൻ കവലയാണിത്. ഈ സ്ഥലത്തിന്റെ വ്യത്യസ്തമായ പേരിന് പിന്നിൽ രസകരമായൊരു കഥയുണ്ട്. അതായത് ഇവിടെ കുടിയേറ്റ കാലത്ത്, അതായത് 50-ന് ശേഷം ഒരു 50-55 കാലത്തൊക്കെ ഒരു ക്ഷയരോഗം ബാധിച്ച ഒരു പാവം മനുഷ്യന് ഒരു ചായക്കട നടത്തിയിരുന്നു. ആ കാലം എനിക്ക് അത്ര നല്ല ഓർമ്മയില്ല. അയാളെ ആത്മാവെന്നായിരുന്നു ആൾക്കാർ വിളിച്ചുകൊണ്ടിരുന്നത്. അവരാരോഗ്യമൊന്നും ഇല്ലാത്ത മനുഷ്യനായിട്ട് മെല്ലിച്ച ആളായിരുന്നേ. അതുകൊണ്ട് ആത്മാവെന്ന് വിളിച്ചു. അതുകൊണ്ട് ആ പേര് പിന്നെ വന്നു, ആത്മാവ് സിറ്റി. ഇവിടേക്ക് വരുന്ന ഏതൊരാളും പ്രദേശവാസികളോട് ആദ്യം ചോദിക്കുന്നത് ആത്മാവ് സിറ്റി എന്ന സ്ഥലനാമത്തിന് പിന്നിലെ കഥയെക്കുറിച്ചാണ്. സ്ഥലനാമത്തിൽ കൗതുകം തോന്നുന്നവർക്ക് കഥ പറഞ്ഞു നൽകാൻ കുറച്ച് പ്രായമേറിയവർ ഇവിടെയുണ്ട്. ഒരാളെ കളിയാക്കി വിളിച്ച പേര് ഒരു സ്ഥലത്തിന്റെ പേരായി മാറിയ അപൂർവതയും പേറിയ ആത്മാവ് സിറ്റി ഇവിടെയുണ്ടാവും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഗ്രീൻ കാർഡമം ട്രേഡിംഗ് കമ്പനി ഏലക്ക ലേല വിവരം. ആകലൂട്ട 78, വിൽപ്പനയ്ക്ക് വന്നത് 18,726, വിൽപ്പന നടന്നത് 17,625. കൂടിയ വില 1,664, ശരാശരി വില 1,378. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 500 രൂപ, ഏലം കൂടിയ വില 1,300, ഏലം ശരാശരി വില 1,100. കാപ്പിപ്പരിപ്പ് 260, ഗ്രാമ്പു 950, കൊക്കോ 65, റബ്ബർ 145. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5,735 രൂപ, വെള്ളി 75. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പകൽ താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ വെയിലത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് സൂര്യാഘാതമേൽക്കുന്നതിനുള്ള സാധ്യതയുള്ളതിനാൽ ഇവരുടെ ജോലി സമയം പുനഃക്രമീകരിച്ച ലേബർ കമ്മീഷണറുടെ ഉത്തരവ്. ഫെബ്രുവരി 17 മുതൽ ഏപ്രിൽ 30 വരെ പകൽ സമയം വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ വിശ്രമവേളയായിരിക്കുമെന്നും ലേബർ കമ്മീഷണർ. ജലജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാഞ്ചിയാർ പഞ്ചായത്തിൽ ഗാർഹിക കുടിവെള്ള കണക്ഷൻ ലഭ്യമാക്കുന്ന പ്രവൃത്തികളുടെ 1ാം ഘട്ട ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് ഭൂഗർഭജലത്തിന്റെ അളവ് കുറയുകയും കടലിലെ ജലനിരപ്പ് ഉയരുകയും ചെയ്യുന്നത് ശുദ്ധജലക്ഷാമം ഉണ്ടാകാൻ ഇടയാക്കുന്നുവെന്ന് മന്ത്രി. കേന്ദ്ര സർക്കാരിന്റെ സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 32 കോടി രൂപ മുടക്കി തടിയമ്പാട് പെരിയാറിന് കുറുകെയുള്ള പാലം നിർമ്മാണം സംസ്ഥാന സർക്കാർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. സംസ്ഥാന സർക്കാർ ഇതുവരെ പാലം നിർമ്മാണത്തിന് ഭരണാനുമതി നൽകാൻ തയ്യാറായിട്ടില്ലെന്ന ആരോപണം. തടിയമ്പാട് ഉൾപ്പെടെ കേരളത്തിലെ 4 ജില്ലകളിലായി 167 കോടി രൂപ മുടക്കി നടപ്പാക്കുന്ന 7 പദ്ധതികൾ ഇത്തരത്തിൽ അട്ടിമറിക്കുന്നവയിൽ പെടുമെന്നും ഡീൻ കുര്യാക്കോസ്. കട്ടപ്പന സെൻട്രൽ ബാങ്ക് ശാഖയിലെ ജീവനക്കാരൻ പരിചയക്കാരുടെ വിശ്വാസ്യത മുതലെടുത്ത് മുക്കുവണ്ടം പണയപ്പെടുത്തി തട്ടിയെടുത്തത് കോടികൾ. ബാങ്കിലെ ഗോൾഡ് അപ്രൈസറായ കട്ടപ്പന കൊല്ലംപറമ്പിൽ KG അനിലിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് സുഹൃത്തുക്കളായ 14 പേർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.
നമസ്കാരം.